ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ് വന്നേക്കുന്നത്. അതിനായി നമ്മൾ ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇവിടെ നമുക്കൊരു 4 സവോള അരിഞ്ഞ് വെച്ചത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച സവോള അതിലേക്ക് ചേർക്കാൻ പോവുകയാണ് കേട്ടോ. സവോള ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവോള ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് ശ്രദ്ധിച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ടൈപ്പ് ആയി ഗോൾഡൻ കളറായിട്ട് സവോള മാറുമ്പോൾ അതിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരി തണിയാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമ്മൾ അടുത്തതായി ചിക്കൻ്റെ മസാല തയ്യാറാക്കാൻ പോവാണ്. നമ്മൾ ഏകദേശം 1 കിലോ അടുത്ത് ചിക്കനാണ് എടുത്തേക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലയും ചേർത്ത് പാകമായ ഉപ്പും ചേർത്ത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതേപോലെ കരിവേപ്പിലയും ചേർത്ത് നമ്മൾ ആദ്യം തന്നെ വറുത്ത് കോരി വെച്ച ഉള്ളി ഉണ്ടല്ലോ, സവോള, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ മിക്സാക്കുക. കൈകൊണ്ടായാൽ അത്രയും ബെറ്ററാണ്, അല്ല സ്പൂൺ കൊണ്ടും ചെയ്യാം. കൈകൊണ്ട് ചെയ്ത മസാലയൊക്കെ ചിക്കനിൽ എല്ലായിടത്തും എത്തുവേ. അതിനുശേഷം ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി നമ്മൾ ചിക്കൻ ചുക്ക തയ്യാറാക്കാൻ പോകുന്നത്. പാത്രം വെച്ച് പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2.5-3 ടീസ്പൂണ് ഓയിൽ നമ്മൾ ഒഴിക്കുന്നുണ്ട്. അത് നമ്മൾ ഉള്ളി വറുത്ത് കോരി വെച്ചില്ല, അതിന് ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഇനി സ്പൈസസ് ഇടാൻ പോവുകയാണ്. ഒരു 3 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, ഇല, അതേപോലെ പെരിഞ്ചീരകം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് ഒരു വലിയ പച്ചമുളക് 3-4 പീസായി അരിഞ്ഞത് അതും ഇതിലേക്ക് ചേർത്ത് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ മസാല ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. നമ്മൾ മിക്സാക്കി വെച്ച ചിക്കൻ്റെ മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം മൂടിയെടുത്ത് നല്ലപോലെ ഇളക്കി സെറ്റാക്കി ഇതിലേക്ക് നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അഡീഷണലായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒഴിച്ച് ഓയിലും അതേപോലെ ചിക്കന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതിൽ കിടന്ന് വെന്തോളൂ. ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ടൊമാറ്റോ ചേർക്കാൻ പോകുന്നു. ഒരു വലിയ ടൊമാറ്റോ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ചിക്കനൊക്കെ വെന്ത് ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ്. ഇതുപോലെ ഞാൻ നല്ല സ്റ്റൈലായിട്ട് തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളും വീട്ടിൽ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു സിമ്പിൾ ചിക്കൻ ചുക്കയുടെ റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. മക്കൾക്കൊക്കെ വീട്ടിൽ നല്ലപോലെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.